അങ്ങനെ സ്വാമി ഇനി നിങ്ങളുടെ ഇഷ്ടം ഇങ്ങനെ എല്ലാവർക്കും പറഞ്ഞ് സ്വാമി ഗ്രാമത്തിൽ നിന്നു പോയെന്ന് എല്ലാവരും കരുതുന്നു. പക്ഷേ ആരും അറിയാത്ത കാര്യം എന്തെന്നാൽ ആ സ്വാമി ഗ്രാമത്തിൽ നിന്ന് പോയതുപോലെ പോയി ഗ്രാമവാസികൾ ഓരോരുത്തരും അവരുടെ വീടുകളിലേക്ക് പോയ ഉടനെ കൃത്രിമ വിഗ്രഹം എടുത്ത് ക്ഷേത്രത്തിന്റെ പിന്നിൽ തന്റെ ശിഷ്യന്മാരോടൊപ്പം പോകുന്നു. നിങ്ങൾ എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കുക. വഴി മുന്നിൽ ഒരു വ്യക്തി കാവലായി നിൽക്കും. നിങ്ങൾ പോയി അവന് വെള്ളം നൽകാൻ തുടങ്ങുക. അതുപോലെ എന്ന് പറഞ്ഞ് അവൻ ആ കാവൽക്കാരന് ആ വെള്ളം സ്വാമി പ്രസാദമായി നൽകി കുടിപ്പിച്ചു. അത് കുടിച്ച ഉടനെ കാവൽക്കാരൻ ബോധം നഷ്ടപ്പെട്ടു. ഇനി നമ്മുടെ ജോലി ആരംഭിക്കാൻ വരൂ. ഈ കൃത്രിമ വിഗ്രഹം അവിടെ വെച്ച് യഥാർത്ഥത് എടുത്ത് കർണന്റെ പോലെ ഓടിപ്പോകണം. അവർ കരുതിയതുപോലെ വിഗ്രഹം മാറ്റി. ഇനി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഉദ്ദേശിച്ച് ഓടുന്നു. അങ്ങനെ ഗ്രാമത്തിന്റെ അതിർത്തി വരെ എത്തുന്നു. ഇവിടെ കുറച്ച് വിശ്രമം എടുത്തു. എനിക്ക് വളരെ ക്ഷീണം തോന്നുന്നു. കുറഞ്ഞത് ഗ്രാമത്തിന്റെ അതിർത്തി പോലും കടന്നില്ല. ഇവിടെ നിർത്തുന്നത് എങ്ങനെ? ഗ്രാമത്തിൽ ആരെങ്കിലും കണ്ടാൽ നമ്മുടെ കാര്യം കഴിഞ്ഞു. കുറച്ച് നോട്ടിൽ നിന്ന് അപ്രത്യക്ഷമാകും. എന്നാൽ അണ്ണ, എനിക്കും വളരെ ക്ഷീണം തോന്നുന്നു. ഈ സാഹചര്യത്തിൽ നടക്കുന്നതും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ രാത്രിയിൽ ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ആരും വരില്ല. നിങ്ങൾ അവിടെ വ്യാജ വിഗ്രഹം വെച്ചതിനാൽ ആരും സംശയിക്കില്ല. കുറച്ചു നേരം വിശ്രമിക്കാം അണ്ണ. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ സ്വാമി ആലോചിച്ച് അവൻ പറഞ്ഞത് ശരിയാണെന്ന് കരുതി ശരി എന്ന് സമ്മതിക്കുന്നു. നിങ്ങൾ പറഞ്ഞതും ശരിയാണ്, പക്ഷേ നമുക്ക് വേഗത്തിൽ പോകണം. അത് ഓർക്കുക. ഇപ്പോൾ വിശ്രമിക്കൂ. ഇതുവഴി തന്റെ ജോലി പൂർത്തിയാക്കി വരുന്ന സുബ്രഹ്മണ്യം ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു. ഗ്രാമം മുഴുവൻ നിശബ്ദമാണ്. അങ്ങനെ ഗ്രാമത്തിലെ ക്ഷേത്രം വരെ പോകുന്നു. കാവൽക്കാരൻ താഴെ കിടക്കുന്നത് ശ്രദ്ധിച്ചപ്പെടയെ അവന്റെ അടുത്തേക്ക് ചെന്നു അവനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ കുറച്ചു സമയത്തിന് കാവൽക്കാരൻ, എന്താണ് സംഭവിച്ചത് രാമ? ഇവിടെ എങ്ങനെ വീണു? ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പെരിയ മീര, എനിക്ക് ശരീരത്തിൽ എല്ലാം സുഖമാണ്. പക്ഷേ ആ സ്വാമി ശിഷ്യന്മാർക്ക് പ്രസാദമായി ചില വെള്ളം കുടിപ്പിച്ചു. അത് കുടിച്ചപ്പോൾ ഞാൻ താഴെ വീണു. ആ സ്വാമി ആരാണ്? ശീലനെയാണ് പറയുന്നത്. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല രാമ. അത് അയ്യാ, നിങ്ങൾ ഗ്രാമത്തിൽ ഇല്ലാത്ത സമയത്ത് എല്ലാം രാമൻ സുബ്രഹ്മണ്യൻ സാറിനോട് പറയുന്നു. അത് കേട്ട സുബ്രഹ്മണ്യം, നീ പറയുന്നതെല്ലാം കേട്ടാൽ ഇത് തീർച്ചയായും സ്വാമി നാടകമിട്ട് നിങ്ങളെ ചതിച്ചത് ആണെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാൻ ഗ്രാമത്തിൽ ഇല്ലാത്ത സമയത്ത് ആ മൂവരും ഗൂഢാലോചന നടത്തി. അല്ല, വലിയവരെ നിങ്ങൾ തെറ്റായി കരുതുന്നു. സ്വാമി വളരെ നല്ലവരാണ്. അവർ ആരെയും ഹാനി ചെയ്യാൻ നോക്കില്ല. നമ്മുടെ ഗ്രാമത്തിന് വളരെ ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തു. ശരി, അത് കൂടി നോക്കാം. നമ്മുടെ ഗ്രാമത്തിൽ വിലപ്പെട്ടത് ഒരു വസ്തുവാണ്. ക്ഷേത്രത്തിൽ ഉള്ള മഹിമയുള്ള വിഗ്രഹം മാത്രമാണ്. നമുക്ക് ക്ഷേത്രത്തിൽ പോയി നോക്കാം. ഒരു വേള അവിടെ വിഗ്രഹം ഇല്ലെങ്കിൽ സ്വാമി എന്ന പേരിൽ വിഗ്രഹം മോഷ്ടിച്ചതായി അർത്ഥം. ഇരുവരും പോയി നോക്കും. അവിടെ വിഗ്രഹം ഉണ്ടാകും. നോക്കിയോ, വിഗ്രഹമുണ്ട്. ആ സ്വാമി യഥാർത്ഥത്തിൽ നമ്മുടെ ഗ്രാമത്തിൽ വന്ന ദേവനാണ്. അവനെ കുറ്റപ്പെടുത്തുന്നത് നല്ലതല്ല. അതോടെ സുബ്രഹ്മണ്യം തന്റെ ചിന്ത തെറ്റാണെന്ന് കരുതി തിരികെ പോകാൻ തീരുമാനിച്ചു. ലാമ, നീ പറഞ്ഞത് ശരിയാണ്. ഇനി എല്ലാം സുഖമാണ്. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. നീ ക്ഷേത്രത്തെ ശ്രദ്ധയോടെ കാക്കണം. ശരി അയ്യാ. പെദ്ദയ്യ രാമ അവിടെ നിന്ന് പോകുമ്പോൾ ഒരു ഇടിയുടെ ശബ്ദം കേട്ടു. രണ്ടുപേരും ഒരേ സമയം തിരിഞ്ഞു നോക്കുന്നു. ആ പ്രതിമ അവിടെ കിടക്കുന്നു. അത് കണ്ടപ്പോൾ സുബ്രഹ്മണ്യം ചിന്തയിൽ വീണു. രാമനും, അയ്യാ, ഈ രാത്രിയിൽ ദൈവത്തിന്റെ വിഗ്രഹം താഴെ വീണു കിടക്കുന്നത് എന്താണ്? ഗ്രാമത്തിന് എന്തോ പ്രശ്നമുണ്ടാകാം വലിയവനെ എന്ന് രാമൻ ആശങ്കയോടെ പറയുന്നു. ഇപ്പോൾ എനിക്ക് എല്ലാം മനസ്സിലായി. ഓ രാമ, ആ വിഗ്രഹം കണ്ടപ്പോൾ നിനക്ക് സംശയം തോന്നിയില്ലേ? എനിക്ക് ഒന്നും അറിയില്ല വലിയവനെ. ഈ വിഗ്രഹം താഴെ വീണപ്പോൾ എന്തോ പാത്രം വീണതുപോലെ കേട്ടില്ലേ? പക്ഷേ നമ്മുടെ ഗ്രാമത്തിൽ ഉള്ള മഹിമയുള്ള വിഗ്രഹം കല്ലുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനാൽ ഇതിന്റെ അർത്ഥം ആരോ ഇച്ഛാപൂർവം ഇവിടെയുള്ള വിഗ്രഹം മോഷ്ടിച്ച് വ്യാജ വിഗ്രഹം വെച്ച് ഓടിപ്പോയി. നമുക്ക് വൈകാതെ ഉടൻ തന്നെ പോയി ആ കള്ളന്മാരെ പിടിക്കണം. അല്ലെങ്കിൽ ഗ്രാമത്തിന് അപകടം. ആ സ്വാമി ഇങ്ങനെ വഞ്ചിക്കും എന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. വലിയവൻ ഗ്രാമം മുഴുവൻ അവനെ അന്ധമായി വിശ്വസിച്ചു. അവൻ എന്ത് പറഞ്ഞാലും ചെയ്തു. ഇങ്ങനെ ഭയങ്കരമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് കരുതിയില്ല. അവന് വേണ്ട ശിക്ഷ ഞാൻ നൽകും. ആദ്യം അവനെ പിടിക്കണം. അല്ലെങ്കിൽ അവൻ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെടും. അതെ സാർ.
നമ്മൾ അവരെ കൂട്ടി ഉടൻ പോകും എന്ന് പറഞ്ഞ് രാമൻ മൂവരെയും കൂട്ടി സ്വാമിയെ അന്വേഷിച്ച് ഗ്രാമത്തിന്റെ അതിർത്തി വരെ പോകുന്നു. അവിടെ സ്വാമിയെ കണ്ടു അവർ വിശ്രമിക്കുമ്പോൾ സ്വാമിയെ പിടിച്ച് സുബ്രഹ്മണ്യൻ സാറിന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ സുബ്രഹ്മണ്യം വലിയ വൃക്ഷത്തിന് കീഴിൽ പഞ്ചായത്ത് വിളിക്കുന്നു. ഗ്രാമവാസികൾക്ക് സ്വാമി ചെയ്ത വഞ്ചനയെക്കുറിച്ച് വിശദീകരിക്കുന്നു. നിങ്ങൾ ഈ കള്ളന്മാരെ പിടിച്ച് വളരെ നല്ല കാര്യം ചെയ്തു. ഇപ്പോൾ സത്യം പറയൂ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ രക്ഷിക്കാനാവില്ല. എന്തിനാണ് ഗ്രാമവാസികളെ വഞ്ചിച്ചത്? നിങ്ങളുടെ പിന്നിൽ എത്ര പേർ ഉണ്ട് എന്ന് പറയുമോ, അല്ലെങ്കിൽ ചാട്ടവാറിന്റെ അടികൾ വാങ്ങുമോ? അപ്പോൾ സ്വാമി ഭയത്തോടെ, ഇല്ല ഇല്ല, ഞാൻ സത്യം പറയും. ഞാൻ ഈ ഗ്രാമത്തിലേക്ക് ആ മഹിമയുള്ള ദേവന്റെ വിഗ്രഹം കൊണ്ടുവന്നതാണ്. അത് വളരെ വിലപ്പെട്ടതാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ആ വിഗ്രഹം വിദേശത്ത് വിറ്റ് ലഭിക്കുന്ന പണത്തിൽ ആഡംബര ജീവിതം നയിക്കാനായിരുന്നു എന്റെ ആഗ്രഹം. അതിനാലാണ് ഞാൻ ഈ ഗ്രാമവാസികളെക്കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കി സ്വാമി നടിച്ച് എല്ലാവരെയും എന്റെ വാക്കുകളിലൂടെ വഞ്ചിച്ച് ക്ഷേത്രത്തിന്റെ രഹസ്യങ്ങൾ മനസ്സിലാക്കിയത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധം വന്നിരിക്കുന്നു. ഇനി ഞാൻ കള്ളത്തരം ചെയ്യില്ല. എന്റെ തെറ്റ് എനിക്ക് മനസ്സിലായി. ഈ വിഗ്രഹവും നിങ്ങൾ തന്നെ എടുത്തു കൊണ്ടുപോകൂ. എനിക്ക് ഒന്നും വേണ്ട. എന്നെ വിട്ട് ഇന്ത്യയും ഈ ഗ്രാമവും വിട്ടുപോകും. ഇങ്ങനെ ആ കള്ള സ്വാമി ജീവഭയം പറയുമ്പോൾ ജനങ്ങൾ അത്ഭുതപ്പെടുന്നു. അതുപോലെ ദുഃഖവും അനുഭവിക്കുന്നു. അപ്പോൾ സുബ്രഹ്മണ്യം, നോക്കൂ, നിങ്ങൾ എല്ലാവരും സംഭവിച്ചതിനു ശേഷം ദുഃഖിച്ചാൽ പ്രയോജനം ഇല്ല. കള്ളസ്വാമിമാർ പലരും ഉണ്ടാകും. എല്ലാവരെയും അന്ധമായി വിശ്വസിക്കുന്നത് നമ്മളുടെ തെറ്റാണ്. നാം ജാഗ്രതയോടെ ഇരിക്കണം. കൂട്ടി വേണ്ടി കോടിയോളം വിദ്യകൾ പറഞ്ഞു. തെറ്റായ വഴിയിൽ പോകണം എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് സമ്മതിച്ചതിനാൽ ഞങ്ങൾ നിങ്ങളുടെ ഗ്രാമത്തിൽ തന്നെ ജോലി നൽകും. വിശ്വസ്തരായി ഇരിക്കുക മതി. തന്റെ തെറ്റ് മനസ്സിലാക്കിയ സ്വാമി ഇങ്ങനെ പറയുന്നു. നിങ്ങൾ മഹാനായ നിന്റെ ഗ്രാമത്തിന് അന്യായം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിച്ചു. നിങ്ങൾ ഞങ്ങൾക്ക് നല്ല സംഭവിക്കാനാണ് ശ്രമിക്കുന്നത്. നിങ്ങൾ വിശ്വസിച്ച് വിശ്വസ്തരായി ഉറപ്പു നൽകുന്നു. അതെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവമാണ്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങളുടെ ഗ്രാമത്തിൽ ഞങ്ങൾക്ക് സ്ഥലം നൽകിയിട്ടുണ്ട്. ബാബു സാർ, നിങ്ങൾ ചെയ്ത തെറ്റ് സമ്മതിച്ചതിനാൽ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചില്ല. ഇങ്ങനെ രമണൻ കഥ പറയുന്നത് അവസാനിപ്പിക്കുന്നു. ഇത് ഇങ്ങനെ സംഭവിച്ചു. അങ്ങനെ വലിയവൻ ഏത് പ്രയാസകരമായ പ്രശ്നം വന്നാലും ഭയപ്പെടാതെ പരിഹരിക്കും. വീട് എത്തിയിരിക്കുന്നു. എനിക്ക് വളരെ വിശക്കുന്നു. മേലിണ്ടാ? ഹാ ശരി എന്ന് ആര്യ ചിന്തയിൽ ആഴപ്പെടുന്നു. തന്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുന്നു. ദിവസവും മോഷണം നടത്തി ജീവിക്കുന്നവൻ ആ വിഗ്രഹം മോഷ്ടിക്കാൻ കഴിയാതെ പോയി. എന്നാൽ ഞാൻ ചെയ്യാൻ കഴിയുമോ? എന്നാൽ ചെയ്യണം. അല്ലെങ്കിൽ എവിടെയോ അവൻ എന്നെ കൊല്ലും. എന്റെ ജീവൻ രക്ഷിക്കാൻ അല്ലെങ്കിലും എന്റെ അമ്മയും അച്ഛനും വേണ്ടി ചെയ്യേണ്ടി വരും. എന്താണ് റിയ? അവിടെ തന്നെ നിന്നു. വീട്ടിലേക്ക് വരൂ. നീ ഭക്ഷണം കഴിച്ചില്ലേ? വരൂ, ഇരിക്കൂ. ക്ഷമിക്കണം അന്ന, ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ പറഞ്ഞ് ആര്യ കിടക്കാൻ പോയി. എന്താണ് അവൻ ഭക്ഷണം കഴിക്കാതെ പോയി? നിങ്ങൾക്ക് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അണ്ണ, ഞാൻ എന്തിനാണ് അങ്ങനെ പറയുന്നത്? മഹിമയുള്ള വിഗ്രഹം ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ കഴിയില്ല, നാളെ രാവിലെ പോകാം എന്ന് പറഞ്ഞു. ഓ അങ്ങനെ. പക്ഷേ നീ അങ്ങനെ എന്തിനു പറഞ്ഞു? ഈ ഗ്രാമത്തിലെ ആളുകൾ അല്ലെങ്കിൽ അവർക്കു ക്ഷേത്രപ്രവേശനം ഉണ്ടാകില്ലല്ലോ. നീ നാളെ രാവിലെ തന്നെ കൊണ്ടുപോകുമെന്ന് വാഗ്ദാനം എന്തിനു ചെയ്തു? നീ ഇങ്ങനെ എന്തിനു സംസാരിക്കുന്നു? എന്റെ സുഹൃത്ത്, അവൻ കാത്തിരിക്കാൻ കഴിയില്ല. ഗ്രാമത്തിൽ വന്നിട്ട് വളരെ ദിവസങ്ങളായി. ദൈവദർശനത്തിനായി ചോദിച്ചു, അത്ര തന്നെ. ശരി, ഞാൻ അതിന്മേൽ ഒരു കണ്ണ് വെച്ചിരിക്കും. അപ്പോൾ ആ ഇരുവരും സഹോദരന്മാർ ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ പോകുന്നു. അങ്ങനെ ഒരു ദിവസം അവസാനിക്കുന്നു. പുലർച്ചെ വരുന്നു. ആര്യൻ ഉറക്കമുണർന്ന ശേഷം രമണന്റെ അടുത്തേക്ക് വരുന്നു. രമണ, പോകാമോ? എവിടേക്ക്? എവിടെയെങ്കിലും പോകാമെന്ന് പറഞ്ഞല്ലോ. ക്ഷേത്രത്തിലേക്ക്. ഹാ ശരിയാണ്, മറന്നുപോയി. പോവാം. അങ്ങനെ ഇരുവരും ചേർന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നു. രമണ, പുറത്തുകാരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കരുതെന്ന് അറിയാമല്ലോ. പിന്നെ മറ്റൊരാളെ കൊണ്ടുവന്നത് എന്തിന്? എനിക്ക് റമോണ വീടിനെ ഓർമ്മയില്ലേ? ഇല്ല, രമണ ആരുമല്ല. ഇവന്റെ പേര് ആര്യ. എന്റെ ബാല്യകാല സുഹൃത്ത്. പലപ്പോഴും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാറുണ്ട്. ഓഹോ, ആര്യാണോ? എന്നെ ക്ഷമിക്കണം ആര്യ, ഞാൻ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അയ്യോ, അതൊന്നും പ്രശ്നമല്ല. സത്യത്തിൽ
ഞാനും നിങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഞാൻ ക്ഷേത്രത്തിലെ മഹിമയുള്ള വിഗ്രഹം കാണാൻ ആഗ്രഹിച്ചു. നിങ്ങൾ മാറിയാൽ നന്നായിരിക്കും. അക്ഷയ് അനുമതി കൂടാതെ ഞാൻ അകത്ത് കടക്കാൻ അനുവദിക്കില്ല. ഞങ്ങൾ അകത്ത് പോയി ദൈവത്തെ ദർശിച്ചു വരും, അത്ര തന്നെ. ഞാൻ വിഗ്രഹം മോഷ്ടിക്കാൻ വന്നല്ല. അയ്യോ, അങ്ങനെ പറയരുത്. കഴിഞ്ഞ തവണ ഞങ്ങൾ അങ്ങനെ പോയി അങ്ങനെ വന്നതാണ്. ഞാൻ ഇവിടെ തന്നെയല്ലേ, എന്നെ വിശ്വസിക്കൂ. ഒരിക്കൽ എന്തോ സംഭവിച്ചു, അതിനാൽ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കുമെന്ന് കരുതരുത്. ഇങ്ങനെ കാവൽക്കാരൻ സമ്മതിക്കുന്നു. രാമനുമായി സംസാരിച്ച് ഇരുവരും ചേർന്ന് ക്ഷേത്രത്തിലെ ഗർഭഗുഹയിലേക്ക് പ്രവേശിച്ചു. നിനക്ക് ഓർമ്മയുണ്ടോ, ഇതാണ് ആ മഹിമയുള്ള വിഗ്രഹം. ഈ വിഗ്രഹം വളരെ മനോഹരമാണ്. രമണ, ഇത്രയും മനോഹരമായി കൊത്തിയ ശില്പി ആരാണോ, അതേ ദൈവം തന്നെ ഇറങ്ങി വന്ന് ഇരിക്കുകയാണ്. ഇപ്പോൾ എനിക്ക് മനസ്സിലായി ആ കള്ള സ്വാമി എന്തുകൊണ്ട് ഈ വിഗ്രഹം മോഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നു. അന്ന് പറഞ്ഞ് ആര്യ അങ്ങനെ നോക്കി നിൽക്കും. താൻ ആ വിഗ്രഹം മോഷ്ടിച്ചാൽ തനിക്കുള്ള പ്രശ്നങ്ങൾ അകന്നു പോകുമെന്ന് കരുതുന്നു. ആര്യ, ഇനി പോകാം ആര്യ. പക്ഷേ ആര്യ കേൾക്കില്ല. അതിനാൽ രമണ ഈ സമയം ഉറച്ചു പറയുന്നു. പായ, അബാബ, ഇവിടെ കഥയുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഉറക്കെ വിളിക്കുന്നത്? എന്താണ് ഞാൻ പ്രതീക്ഷിക്കുന്നു? ഇത് വളരെ നല്ലതാണ്. സമയം ആയി വീട്ടിലേക്ക് പോകാം എന്ന് അപ്പോൾ മുതൽ പറയുകയാണ്. പക്ഷേ ഞാൻ പറഞ്ഞാലും കേൾക്കുന്നില്ല. ഏത് രാജ്യത്താണ് നീ? ഞാൻ ഏത് രാജ്യത്തും ഇല്ല. പക്ഷേ ഇപ്പോൾ വീട്ടിലേക്ക് പോയി എന്തു ചെയ്യും? ഇനി കുറച്ച് സമയം ഇവിടെ തന്നെ ഇരിക്കാം, അതിനുശേഷം പോകാം. ഓഹോ, ഇന്നലെ ക്ഷേത്രത്തിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ വലിയവന്റെ കയ്യിൽ അടിയെടുക്കാൻ പോകുന്നു. എന്തിന് അങ്ങനെ സംസാരിക്കുന്നു? ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ അല്ല രമൺ. അങ്ങനെ അല്ലെങ്കിൽ മറ്റെങ്ങനെ? വലിയ അനുമതി വാങ്ങാതെ തന്നെ നാം ക്ഷേത്രത്തിനുള്ളിൽ വന്നിരിക്കുന്നു. വലിയവൻ അറിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ? നിനക്ക് ഭയം വേണ്ട രമൺ. എനിക്ക് ഒരു ആശയം വന്നു. നമ്മളിരുവരും ചേർന്ന് ഈ വിഗ്രഹം മോഷ്ടിച്ചാൽ നമ്മളെക്കാൾ ധനികൻ ആരും ഉണ്ടാകില്ല. നാം ഈ ഗ്രാമം വിട്ട് വിദേശങ്ങളിൽ ആഡംബര ജീവിതം നയിക്കാം. എനിക്കുള്ള എല്ലാ ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും ഒരു അടിയോടെ തീരും. ആര്യയുടെ വാക്കുകൾ കേട്ട രമണ അപ്രതീക്ഷിതമായി ഒരുമിച്ച കോപത്തോടെ, നിനക്ക് ഇന്ത്യനെ ദുഷ്ടചിന്തകളുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ആര്യ ക്ഷേത്രത്തെ ഇന്ത്യനെ സ്നേഹിക്കുന്നതുപോലെ ദൈവത്തോടുള്ള ഭക്തി ആണെന്ന് സന്തോഷിച്ചു. എന്റെ സുഹൃത്ത് വളരെ മഹാനാണ്, എല്ലാവരിലുമല്ല എന്ന് അഭിമാനിച്ചു. പക്ഷേ നീ എന്നോട് സംസാരിക്കേണ്ടതില്ല. നീ പോയതിനു ശേഷം നമ്മുടെ മുതിർന്നവർക്കറിയിച്ചാൽ ഈ ഗ്രാമത്തിൽ തന്നെ പിന്തുടരും. രമണൻ, എന്തിനാണ് എന്നോട് ദേഷ്യം? നിനക്കും ഇതേ തോന്നുന്നില്ലേ? പക്ഷേ എന്തും ചെയ്യാൻ കഴിയാതെ പോയി. ഇപ്പോൾ നിനക്ക് ഭയം വേണ്ട, ഞാൻ ഉണ്ടല്ലോ. എനിക്ക് സഹായിക്കൂ. ഇനി അകന്ന് തിരിച്ചടിയില്ല. ഞാൻ സ്വപ്നത്തിൽ പോലും വിഗ്രഹം മോഷ്ടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. ഭാര്യ, നീയും എന്നെ തെറ്റായി മനസ്സിലാക്കുന്നു. ഈ ഗ്രാമത്തെക്കുറിച്ചും അതുപോലെ. ഈ ഗ്രാമത്തിൽ ആരും ദുർബലതയുള്ളവരല്ല, മലിനതയില്ലാത്ത ആളുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ മുതിർന്നവൻ പറഞ്ഞതെല്ലാം വേദമെന്ന് കരുതി അവന്റെ വാക്കുകൾക്ക് നാം അടിമകളാണ്. അവർക്കെതിരെ ഒന്നും ചെയ്യില്ല. പക്ഷേ നീ ഗ്രാമത്തിന് എതിരായി മറ്റുള്ളവരുമായി കൈകോർത്ത് പ്രവർത്തിക്കുന്നു. ഇത് സംഭവിക്കാത്ത കാര്യമാണ്. എന്റെ വാക്കുകൾ കേട്ട് നീയും ഈ ചിന്തയെ ഒഴിവാക്കുക. എല്ലാവർക്കും വേണ്ടി ശ്രമിച്ച് വ്യത്യസ്തമായി. ഇല്ല, ഞാൻ ഇപ്പോൾ നിന്റെ വാക്കുകൾ കേൾക്കാൻ കഴിയില്ല. ഇപ്പോൾ ഈ വഴി ഒഴികെ മറ്റൊരു വഴി എനിക്ക് കാണുന്നില്ല. നിധി ചെയ്യേണ്ടതുണ്ട്. എനിക്കുള്ള പ്രശ്നം വളരെ വലുതും കഠിനവുമാണ്. ആരും എന്നെ രക്ഷിച്ചില്ല. എന്റെ ജോലി ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ എന്റെ അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെടും. അത് എനിക്ക് ഒരിക്കലും ഇഷ്ടമല്ല. നിന്റെ സുഹൃത്ത് ആയി തുടരാൻ എനിക്ക് കഴിയില്ല. എന്നെ ക്ഷമിക്കൂ. ആര്യ, നിനക്ക് ഇത്ര വലിയ പ്രശ്നമുണ്ടെങ്കിൽ നീ എന്നോട് പറയേണ്ടതായിരുന്നു. ഞാൻ സഹായിക്കാൻ കഴിയാതിരിക്കാം. നമ്മുടെ മുതിർന്നവൻ നിന്നെ സഹായിക്കും. നമ്മുടെ മുതിർന്നവനെക്കുറിച്ച് ഞാൻ നിനക്ക് നന്നായി പറഞ്ഞു. നിനക്ക് അത് മനസ്സിലായില്ല. അത് ആരെങ്കിലും കഷ്ടപ്പെടുന്ന കാര്യമാണെങ്കിൽ അവൻ തീർച്ചയായും സഹായിക്കും. രമൺ എത്ര പറഞ്ഞാലും ആര്യ കേൾക്കുന്നില്ല. വിഗ്രഹം പിടിച്ച് ഓടിപ്പോകാൻ ശ്രമിക്കുന്നു. രമൺ അവനെ തടയാൻ ശ്രമിക്കുന്നു. എന്നാൽ ആര്യ രമണിനെ മതിലിന്റെ ഭാഗത്തേക്ക് തള്ളിയിടുമ്പോൾ രമണിന്റെ തലയ്ക്ക് പരിക്കേറ്റ് താഴെ വീഴുന്നു. ഇത് കണ്ടു ഭയന്ന് വിഗ്രഹം പിടിച്ച് ക്ഷേത്രത്തിന്റെ പിന്നിലൂടെ ഓടിപ്പോകുന്നു. അപ്പോൾ രാമൻ, ഇവരൊക്കെ എന്താണ്? ഇനിയും വന്നില്ല. ഇതിനകം വളരെ വൈകിയിരിക്കുന്നു. എന്തായാലും പോയി നോക്കാം എന്ന് പറഞ്ഞ് രാമൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകുന്നു. അവിടെ താഴെ കിടക്കുന്ന രമണെ കണ്ടു ആശങ്കയോടെ ഓടുന്നു.
രമൻ, എന്താണ് നിന്നെ സംഭവിച്ചത്? ആരാണ് ഇങ്ങനെ ചെയ്തത്? എങ്ങനെ ഇതെല്ലാം സംഭവിച്ചു? ആര്യ എവിടെയുണ്ട്? അപ്പോൾ രമൻ വളരെ പ്രയാസത്തോടെ സംസാരിക്കുന്നു. റമോന, ആര്യ കൂടാതെ പ്രതിമ. അങ്ങനെ രമൻ പറഞ്ഞതോടെ രാമൻ വിഗ്രഹത്തെ നോക്കുന്നു. പക്ഷേ അവിടെ കാണുന്നില്ല. പിന്നെ ആ വിഗ്രഹം ആ മോഷ്ടിച്ചതാണെന്ന് മനസ്സിലാക്കുന്നു. ആര്യയെ അന്വേഷിക്കുന്നു. പക്ഷേ എവിടെയും ആര്യയെ കാണുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ രമണിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി വലിയവനോട് ഈ കാര്യം പറയാനായി പോകുന്നു. പക്ഷേ വലിയവനും കാണുന്നില്ല. ഇതിനിടയിൽ ആര്യ വിഗ്രഹം എടുത്ത് ഓടിക്കൊണ്ടിരിക്കുന്നു. അവിടെ സുബ്രഹ്മണ്യം സാർ തന്റെ വയലിനെ കാണാൻ എത്തിയിരിക്കുന്നു. എന്നാൽ സുബ്രഹ്മണ്യം സാറിന് ആര്യയെക്കുറിച്ച് ഒന്നും അറിയില്ല. രമൺ പറഞ്ഞ കഥ കേട്ടിട്ടുണ്ട്, പക്ഷേ വലിയവനെ കണ്ടിട്ടില്ല. വലിയവൻ ആര്യ ഓടുന്നത് കണ്ടു അവനെ നിർത്തുന്നു. ഓ ബാബു, ഇങ്ങനെ വേഗത്തിൽ എവിടേക്ക് പോകുന്നു? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതല്ല, നിന്നെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നു നീ കള്ളം പറയുകയാണെന്ന്. ഞാൻ വളരെ ക്ഷീണിതനായി. ഇതാ ഈ വെള്ളം കുടിക്കൂ. മൂപ്പൻ തന്നെ വെള്ളം ആര്യ കുടിക്കുന്നു. നിങ്ങൾക്ക് വളരെ നന്ദി. എന്നെ അറിയാതെ തന്നെ നിങ്ങൾ സഹായിച്ചു. അത് പ്രശ്നമില്ല, പക്ഷേ ഇത് തെറ്റാണ്. കാരണം നീ ഓടിക്കൊണ്ടിരിക്കുന്നു. എന്തെങ്കിലും തെറ്റ് ചെയ്തോ? ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വെറും എൻ്റെ അമ്മയും അച്ഛനും ജീവൻ രക്ഷിക്കണമെന്ന് മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ ചെയ്തത് ഒരു തരത്തിലുള്ള നല്ലതായിരുന്നു. നല്ലത്? എന്താണ് നല്ലത്? നീ എന്തിനാണ് ഇങ്ങനെ ഓടുന്നത്? അന്ന് സുബ്രഹ്മണ്യം ആര്യയെ പരിഹസിക്കുന്ന പോലെ ചിരിക്കുന്നു. അത് കണ്ടു ആര്യയ്ക്ക് കോപം വരുന്നു. ഞങ്ങൾ ശരിയാണെങ്കിൽ എന്തിനു ചിരിക്കുന്നു? നിനക്ക് എന്റെ കുറിച്ച് ഒന്നും അറിയില്ല. ആദരവോടെ സംസാരിക്കൂ. ഇല്ലെങ്കിൽ എംപി ചെയ്യും. ഇല്ലെങ്കിൽ എംപി ചെയ്യും. ഈ വിഗ്രഹം കൊണ്ടുവന്ന പോലെ നിന്നെയും കൊണ്ടുപോകും. അന്ന് ആര്യ തന്റെ ബാഗിൽ ഉണ്ടായിരുന്ന വിഗ്രഹം പുറത്തെടുക്കുന്നു. അത് കണ്ടപ്പോൾ സുബ്രഹ്മണ്യത്തിന് മനസ്സിലാകുന്നു ആര്യ മോഷണം നടത്തി ഓടിപ്പോയി വരികയാണ്. എന്നാൽ സുബ്രഹ്മണ്യന് കോപം വരുന്നില്ല. ആര്യ തന്റെ മനസ്സിൽ നിന്ന് പുറത്തു പോകാൻ വഴി ഇല്ലാതായപ്പോൾ മോഷണം ചെയ്യേണ്ടി വന്നുവെന്ന് അദ്ദേഹം കരുതുന്നു. അവനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ നീ വളരെ ശക്തനായവനായി തോന്നുന്നു. നീ ആലയത്തിലെ വിഗ്രഹം മോഷ്ടിക്കാൻ ധൈര്യം കാണിച്ചുവെങ്കിൽ നീ ധൈര്യശാലിയാണെന്ന് പറയാം. പക്ഷേ നീ ആർക്കും നല്ലത് ചെയ്തിട്ടില്ല. നീ പറയുന്നു ഇതിലൂടെ ഞാൻ അമ്മയും അച്ഛനെയും രക്ഷിക്കാനാണ് ശ്രമിക്കുന്നത്, അതിനാൽ എനിക്ക് നല്ലതായിരിക്കും. അതെ, എന്നാൽ അതല്ല. നിങ്ങളുടെ ഉദ്ദേശ്യം എന്താണെന്ന് വിശദീകരിക്കാമോ? എന്റെ ഉദ്ദേശ്യം എന്തെന്നാൽ നീ തെറ്റ് ചെയ്തു. നീ ചെയ്ത ഈ പ്രവൃത്തി നിനക്ക് മാത്രമേ ലാഭകരമാകൂ. ഇത് ഒരാളുടെ സഹായം ചെയ്യുന്നതല്ല, അത് സ്വാർത്ഥതയാണ്. ഇപ്പോൾ നോക്കൂ, ഈ വിഗ്രഹം മോഷ്ടിക്കുന്നതിലൂടെ ഈ ഗ്രാമത്തിന് അപകടം വരും. അപ്പോൾ ഗ്രാമത്തിലെ 100 കുടുംബങ്ങൾ സഹായമില്ലാത്തവരാകും. ആ വിഗ്രഹം വിലയേറിയ വിഗ്രഹം മാത്രമല്ല, ഈ ഗ്രാമത്തിന് അമ്മയായ ദേവതയാണ്. നിന്റെ അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ നീ എങ്ങനെയായിരിക്കും? ഈ ഗ്രാമവും അമ്മയില്ലാത്ത കുട്ടിയായി മാറും. ഇനി നിന്റെ ഇഷ്ടം, നിന്റെ അമ്മയും അച്ഛനെയും ആരും ഒന്നും ചെയ്യാൻ കഴിയില്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ഇങ്ങനെ സുബ്രഹ്മണ്യം പറയുമ്പോൾ ആര്യയ്ക്ക് ദുഃഖം തോന്നുന്നു. അത് പെരിയയെ ശ്രദ്ധിക്കുന്നു. നീ ദുഃഖിച്ചിട്ട് എന്ത് പ്രയോജനം? നീ ആലോചിച്ചതാണ് സംഭവിച്ചത് അല്ലേ? ഇനി സന്തോഷത്തോടെ പോകൂ. ഇല്ല, ഞാൻ പോകാൻ കഴിയില്ല. ഞാൻ തെറ്റ് ചെയ്തു. എൻ്റെ അമ്മയും അച്ഛനും രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ ഞാൻ ഇതെല്ലാം ആലോചിക്കാതെ ചെയ്തു. എങ്കിലും എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ പറഞ്ഞതെങ്കിലും കേൾക്കാൻ തയ്യാറായില്ല. അവിടെ നിന്ന് ഓടിപ്പോയി അവരെ പുറത്താക്കി. പാവം, ഞാൻ ഒന്നും ആലോചിക്കാതെ പോയി. എനിക്ക് തന്നെ എൻ്റെ മേൽ വെറുപ്പ് തോന്നുന്നു. ഞാൻ ചെയ്ത തെറ്റുകൾ ശരിയാക്കാം. പക്ഷേ എൻ്റെ മാതാപിതാക്കളെ ആരാണ് രക്ഷിക്കുക? നോക്കൂ അച്ഛാ, നീ ചെയ്ത തെറ്റ് മനസ്സിലാക്കിയതിനാൽ ദൈവം നിന്റെ നല്ല മനസ്സിന് നല്ലത് ചെയ്യും. യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് എനിക്ക് പറയൂ. ഞാൻ ചെയ്യാൻ കഴിയുന്ന സഹായം ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ഇത് മനുഷ്യനാൽ സാധ്യമല്ല. എൻ്റെ പ്രശ്നം പണം സംബന്ധിച്ചതാണ്. അതിൻ്റെ വില നിങ്ങൾക്ക് അടയ്ക്കാൻ കഴിയില്ല. പറഞ്ഞാൽ മാത്രമേ അറിയൂ പ്രശ്നം ചെറിയതോ വലിയതോ എന്ന്. അങ്ങനെ പറഞ്ഞപ്പോൾ ആര്യയ്ക്ക് കുറച്ച് വിശ്വാസം ഉണ്ടാകുന്നു. ഇനി തന്റെ ബാധ്യത മുതിർന്നവർക്ക് പറയുന്നു. എൻ്റെ പേര് ആര്യ. എൻ്റെ അമ്മയും അച്ഛനും ഞാനും പട്ടണത്തിൽ താമസിക്കുന്നു. ഞങ്ങൾ വളരെ ദരിദ്ര കുടുംബമാണ്. ഞങ്ങൾ അവിടെ കഷ്ടപ്പെട്ടു. എല്ലാം വീട്ടുവാടകയ്ക്ക് മതിയാകുമായിരുന്നു. മറ്റൊരു സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചെങ്കിലും ഞങ്ങൾക്ക് ആരുമില്ല. ആരെയും അറിയില്ല. ഇവിടെ തന്നെ തുടരേണ്ടി വന്നു.
ഇങ്ങനെ നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നു. ഒരു ദിവസം എൻ്റെ അച്ഛന് ഹൃദയാഘാതം ഉണ്ടായി. ആശുപത്രിയിൽ കാണിച്ചപ്പോൾ ചികിത്സ ചെയ്ത് ശസ്ത്രക്രിയ ചെയ്യണം, പണം ചെലവാകുമെന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ പക്കൽ പണം ഇല്ലാത്തതിനാൽ ഞങ്ങൾ ചില ഗുളികകൾ വാങ്ങി വീട്ടിലേക്ക് പോയി. ശസ്ത്രക്രിയ ചെയ്യാത്ത പക്ഷം എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടാകില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്തു ചെയ്യണമെന്ന് മനസ്സിലായില്ല. ആ വിഷമത്തിൽ എൻ്റെ അമ്മയും അസുഖം പിടിച്ച് കിടപ്പിലായി. ഇനി ഞാൻ നിസ്സഹായനായി. അപ്പോൾ എനിക്ക് ഒരു വ്യക്തി കണ്ടുമുട്ടി. പണം ആവശ്യമാണ് എന്നെ ആശ്വസിപ്പിച്ചു. മറ്റൊരു മാർഗമില്ലാതെ അവൻ പറഞ്ഞ എല്ലാ ജോലികളും ഞാൻ ചെയ്താൽ ഞാൻ ചോദിച്ചത്ര പണം തരാമെന്ന് പറഞ്ഞതിൽ വിശ്വസിച്ച് ഞാൻ വളരെ പ്രയാസപ്പെട്ട് എല്ലാവർക്കും ഭൂമി നല്ല വിലയ്ക്ക് വിറ്റ് ആ പണം അവന് കൊടുത്തു. എന്റെ ഭാഗ്യം നല്ലതായിരുന്നു. അവർക്കു നല്ല ലാഭം ലഭിച്ചു. ആ വ്യാപാരം നന്നായി മുന്നേറി. ഇനി പണം വാങ്ങാം എന്ന് പോയി. പക്ഷേ അവിടെ ആരും ഇല്ല. പക്ഷേ വളരെ ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും എന്നെ ഭയങ്കരമായി അടിച്ചു ശപിച്ചു. അയ്യോ പാവം, നീ എന്തും ചെയ്തില്ലല്ലോ, പക്ഷേ നിന്നെ അടിച്ചു. അവർക്കു സത്യം അറിയില്ലല്ലോ. ജനങ്ങളുടെ വരുമാനവും ഉൾപ്പെടുത്തി ഭൂമിയിൽ ലാഭം ഉണ്ടാകുമെന്ന് കരുതി ഉള്ള പണം മുഴുവൻ നിക്ഷേപിച്ചു. പക്ഷേ എല്ലാം നോക്കാതെ ചിന്തിക്കാതെ ദിവാലായം പ്രഖ്യാപിച്ചു. എന്റെ കാരണത്താലല്ലേ എല്ലാവരും തങ്ങളുടെ സമ്പാദിച്ച പണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് എന്നെ ശപിച്ചത്. എന്നെ കുറ്റപ്പെടുത്തി മേധാവികൾക്ക് പരാതി നൽകി. അവർ പണം മുഴുവൻ അടയ്ക്കണമെന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു നേരം കഴിക്കുന്നത് പോലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ആളുകളുടെ പണം എങ്ങനെ അടയ്ക്കാനാകും? അതുകൊണ്ടാണ് ഞാൻ ഓടി ബാല്യസുഹൃത്ത് രമണയുടെ അടുത്തേക്ക് വന്നത്. ഈസയം ഗ്രാമത്തിലാണ്. ഉണ്ടെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാകില്ലെന്ന് കരുതി ഇവിടെ എത്തി. വിഗ്രഹത്തെക്കുറിച്ച് അറിയാമായിരുന്നു. മോഷണം ചെയ്യേണ്ടി വന്നത് അല്ലെങ്കിൽ മറ്റൊരു മാർഗമില്ലായിരുന്നു. നിന്റെ കഥ കേട്ട ശേഷം എനിക്ക് ഒരു കാര്യം മനസ്സിലായി. നീ മോഷ്ടാവ് അല്ല, സാഹചര്യങ്ങൾ നിന്നെ ഇങ്ങനെ പ്രവർത്തിക്കാൻ നിർബന്ധിതനാക്കി. ശരി, ഒരു കാര്യം ചെയ്യൂ. നീ വിഗ്രഹം എവിടെ? നിന്നടുത്തുവോ അവിടെ തന്നെ വെക്കൂ. ഞാൻ നിന്നെ സഹായിക്കും. കൂടാതെ നിന്റെ അമ്മയും അച്ഛനും ചികിത്സയും നൽകും. വയോധികൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആര്യ വളരെ സന്തോഷിച്ചു. പക്ഷേ ഈ വൃദ്ധൻ ഇത്രയും പണം എവിടെ നിന്നാണ് എന്ന് ആര്യ ചിന്തിച്ചു. എന്ത് നിങ്ങൾ കൊടുക്കുമോ? നിങ്ങൾ സത്യമായും പറയുകയാണോ? എന്ന് പറയുമ്പോൾ രാമൻ വയോധികന്റെ അടുത്തേക്ക് വരുന്നു. ആര്യയെ കണ്ടു കോപത്തോടെ അവനെ അടിക്കാൻ രാമൻ ആര്യയുടെ മുന്നിൽ നിൽക്കുന്നു. ഓ ഭഗവാൻ രാമ, ദയവായി അവരെ വെറുതെ വിടൂ. എന്താണ് ഇയാൾ എന്ത് ചെയ്തുവെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് എല്ലാം അറിയാം. അത് അവരുടെ തെറ്റ് അല്ല. കൂടാതെ അവൻ തെറ്റ് മനസ്സിലാക്കി. ഇതെന്താണ് മുത്തശ്ശൻ? നീ പറഞ്ഞാൽ മാത്രമേ അവൻ നിൽക്കുകയുള്ളൂ. എന്താണ്? എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. വാക്കുകൾ ആദരവോടെ അവൻ നമ്മുടെ വലിയവൻ സുബ്രഹ്മണ്യം സാർ, ഈ ഗ്രാമത്തിന്റെ വലിയ ആധാരം എന്ന് രാമൻ പറഞ്ഞപ്പോൾ ആര്യൻ അത്ഭുതപ്പെടുന്നു. എന്താണ് വലുത്? എന്നെ ക്ഷമിക്കണം വലിയവനെ. നിങ്ങളാരാണെന്ന് അറിയാതെ ഞാൻ നിങ്ങളെ അപമാനിച്ചു. അത് പ്രശ്നമല്ല. ഇവിടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ചോദിക്കൂ. നീ വിഷമിക്കേണ്ട. അത് നല്ലതല്ല. വളരെ നന്ദി സഹോദര. ഞാൻ എപ്പോഴും നിങ്ങളോട് കടപ്പെട്ടിരിക്കും. ഇങ്ങനെ ഈ കഥ അവസാനിക്കുന്നു. വലിയവൻ വാഗ്ദാനം ചെയ്ത പോലെ ആര്യയ്ക്ക് സഹായം ചെയ്യുന്നു. അവന്റെ കഷ്ടം തീർക്കുന്നു. അവന്റെ അമ്മയും അച്ഛനും നല്ല ചികിത്സ നൽകുന്നു. അതുപോലെ ആ ഭൂമി വിറ്റ് പണം ഉപയോഗിച്ച് ദിവാലായം വന്നവനെ വലിയവൻ അധികാരികൾക്ക് പിടികൊടുക്കുന്നു. ജനങ്ങൾ സത്യം മനസ്സിലാക്കി ആര്യയോട് ക്ഷമ ചോദിക്കുന്നു. ഇങ്ങനെ സുബ്രഹ്മണ്യം സാർ ആര്യയുടെ കുടുംബത്തെ സഹായിക്കുന്നു. വലിയവൻ ആരുടെ കഷ്ടം കണ്ടാലും ഒരു നിമിഷം പോലും ആലോചിക്കാതെ സഹായിക്കുന്നു. മറ്റുള്ളവരെ സഹായിക്കുന്നത് വളരെ നല്ല രീതിയാണ്. മറ്റുള്ളവരെ വേദനിപ്പിക്കാനായി നോക്കിയാൽ നമുക്കും വേദന അനുഭവിക്കേണ്ടി വരും.